OTT റിലീസിനായി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന സിനിമയായിരുന്നു പൈങ്കിളി. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമ മനോരമ മാക്സിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത സിനിമ ഒരു കോമഡി മൂവിയായിരുന്നു. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവനാണ് പൈങ്കിളിയുടെ രചന നിർവഹിച്ചത്. അത് തന്നെയായിരുന്നു പൈങ്കിളി സിനിമയ്ക്ക് പ്രഖ്യാപനം വന്ന മുതൽ ജനശ്രദ്ധ ലഭിക്കാനുള്ള കാരണം. രോമാഞ്ചത്തിലും ആവേശത്തിലും സജിൻ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. തിയേറ്ററിൽ വളരെ സ്വീകാര്യത ലഭിച്ച സിനിമ OTTയിൽ എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാൻ മാത്രം കഥയില്ലെങ്കിലും മനസ്സ് തുറന്നു ചിരിക്കാനുള്ള വക സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പഴയ ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതിയിരിക്കുന്ന കുറച്ച് പൈങ്കിളി സാഹിത്യവും കുറച്ച് ക്രിഞ്ചും കുറച്ച് ചെളികളും കുറച്ച് കോമഡിയും ഒക്കെ നിറഞ്ഞൊരു പടം. ലോജിക്കും കഥയും ഒന്നും ചിന്തിക്കാതെ ചുമ്മാ ഒരു ഫണ്ണിന് കണ്ടിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചിത്രം ഓഫർ ചെയ്യുന്നില്ല. ചില നർമ്മരംഗങ്ങൾ വർക്കായി. കുറച്ച് നാളുകൾക്ക് ശേഷം അത്യാവശ്യം ചിരിക്കാനും പറ്റിയെന്നാണ് ചിത്രത്തിന് വരുന്ന പ്രതികരണങ്ങൾ. പൈങ്കിളി 90കളിൽ വന്നിരുന്ന ജഗദീഷ് സിദ്ദിഖ് മോഡൽ കോമഡി പടങ്ങളുടെ 2025 വെർഷനാണ്. പക്ഷെ പ്രശ്നം അന്നുണ്ടായിരുന്നത് പോലുള്ള സ്വഭാവ നടന്മാരും നടിമാരും ഇന്നില്ല എന്നതാണ്. ഇളകി അഭിനയിക്കേണ്ട രംഗങ്ങൾ വരുമ്പോൾ പലരും ഓവറായി പോകുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നും ഒട്ടും നിലവാരം പുലർത്തിയില്ല എന്നും പ്രതികരണങ്ങളുണ്ട്. സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് കൂടുതൽ പ്രേക്ഷകരും പറഞ്ഞതെങ്കിലും അഭിപ്രായമില്ലാതെ ഒരുപോലെ പ്രശംസ ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരം ജിസ്മ വിമലിന്റെ പ്രകടനത്തിനായിരുന്നു. നടിയും സോഷ്യൽ മീഡിയ താരവുമാകുന്നതിന് മുൻപ് അവതാരിക കൂടെയായിരുന്നു ജിസ്മ. മലയാള സിനിമയിൽ ഭാവിയിൽ തിളങ്ങാൻ സാധ്യതയുള്ള കലാകാരിയാണ് ജിസ്മയെന്നും കമന്റുകളുണ്ട്. ആർക്കിടെക്റ്റ് ആയിരുന്നു ജിസ്മ. സിനിമാ മോഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജിസ്മ പിന്നീട് തുടക്കമെന്നോണം ആങ്കറിംഗിലേക്ക് കടക്കുകയായിരുന്നു. നടനായ വിമലാണ് ജിസ്മയുടെ ഭർത്താവ്. ഇരുവരും യൂട്യൂബ് ചാനൽ പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം വൈറലാണ്.